ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഫസ്റ്റ് വന്നിട്ട് പായസം വയ്ക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ സേമിയൊക്കെ പൊടിച്ച് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിൽ ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് നന്നായിട്ട് ചൂടായി ഉരുകി വന്നപ്പോഴത്തേക്ക് ഉണക്ക മുന്തിരിങ്ങ ചേർക്കുന്നു. തീ കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതപ്പോൾ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന സേമിയം ചേർത്ത് കൊടുക്കാം. ആ ചെറിയ ലൈറ്റ് കളറ് ഒരു ചെറിയ ബ്രൗൺ കളർ ആക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ നെയ്യിലിട്ട് വറുത്തെടുക്കുമ്പോൾ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്താൽ പായസം കുഴഞ്ഞു പോകാണ്ട് ആ സേമിയ മുഴുവനായിട്ട് തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ കഞ്ഞി കണക്കായി പോകും. മനസ്സിലാവുന്ന വെന്ത് എങ്ങനെ വെന്ത് പോകും തീരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നത് കേട്ടോ. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പശുവും പാലാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പഞ്ചസാര ചേർത്തുകൊണ്ട് നമ്മൾ ഇളക്കാണ്ടിരുന്നാൽ എന്തു ചെയ്യുമെന്നറിയാം, അടി പിടിക്കും എന്ന് കരുതി പേടിക്കണ്ട. അത് പാല് ചേർത്ത് ഇളക്കുമ്പോൾ തന്നെ അലിഞ്ഞ് ഇതായിക്കോളും കേട്ടോ, കരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ അതേ ഒരു ഗ്ലാസ് പാല് ചേർത്തെങ്കിൽ ആ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. നന്നായിട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളക്കിയിട്ട് കേട്ടോ, വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി നേരം കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ, ഒന്ന് തിളച്ച് വന്നോട്ടെ നന്നായിട്ട്. ആ സേമിയ ആ പാലിൽ തന്നെ കിടന്ന് വേകണം കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം കുറുകിയിട്ടുണ്ട് കേട്ടോ. സേമിയമൊക്കെ വെന്ത് കറക്റ്റ് വേവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നാൽ തീരെ അങ്ങ് കട്ടിയായിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഒരു അര ഗ്ലാസ് പാലും കൂടെ, വെള്ളം ചേർക്കാത്ത പാലാണ് കേട്ടോ. ഒരു അര ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മധുരമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇവിടെ ഓവറായിട്ട് മധുരം ഇഷ്ടമില്ല, നമ്മൾ ലൈറ്റായിട്ട് മധുരം. നിങ്ങൾക്ക് മധുരം ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് കേട്ടോ, നമുക്ക് വെയിറ്റ് ചെയ്യാം അന്നേരം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തിൽ പകർന്നു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആക്കാൻ കഴിയും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ.
പക്ഷേ ഇത് തണുത്താലും കുറുകി പോകത്തില്ല, കാരണം നമ്മൾ വീണ്ടും പാല് ചേർത്തുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യ്, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത് വേറൊരു വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ താങ്ക്സ്, ബൈ കേട്ടോ.